ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ പ്രതിരോധ സുരക്ഷാ സാഹചര്യങ്ങൾ അതിവേഗം മാറിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ മെയ് മാസത്തിൽ ഇന്ത്യൻ സായുധ സേന നടത്തിയ ഓപ്പറേഷൻ സിന്ദൂർ പാകിസ്ഥാനുമായുള്ള ബന്ധത്തിൽ ഒരു നിർണായക വഴിത്തിരിവ് സൃഷ്ടിച്ചു. പുൽവാമ ഭീകരാക്രമണത്തിന് മറുപടിയായി ഇന്ത്യ നടത്തിയ ബാലാകോട്ട് വ്യോമാക്രമണത്തിന് സമാനമായി പാകിസ്ഥാനിലെയും പാക് അധിനിവേശ കാശ്മീരിലെയും ഭീകര കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടിട്ടായിരുന്നു ഈ സൈനിക നടപടി. പഹൽഗാൻ ഭീകരാക്രമണത്തിന് മറുപടിയായാണ് ഈ ഓപ്പറേഷൻ നടത്തിയത്. എന്നാൽ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം പാകിസ്ഥാൻ ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളിൽ നിന്ന് ആയുധങ്ങൾ സംഭരിക്കുന്നത് ഇന്ത്യക്ക് വലിയ ആശങ്ക നൽകുന്നുണ്ടെന്ന് വെസ്റ്റേൺ നേവൽ കമാൻഡ് മേധാവി വൈസ് അഡ്മിറൽ കെ സ്വാമിനാഥൻ അടുത്തിടെ ബ്രഹ്മ റിസർച്ച് ഫൗണ്ടേഷൻ സംഘടിപ്പിച്ച സുരക്ഷാ സമ്മേളനത്തിൽ വെളിപ്പെടുത്തി. ഈ ആയുധ ശേഖരണം മാത്രമല്ല, ഇന്ത്യക്ക് മുന്നിലുള്ള മറ്റൊരു സ്ഥിരമായ വെല്ലുവിളി ചൈനയുടെ വർദ്ധിച്ചു വരുന്ന സ്വാധീനമാണ്. ഇന്ത്യൻ പ്രതിരോധ രംഗത്തെ ഈ രണ്ട് സുപ്രധാന വെല്ലുവിളികളെക്കുറിച്ചും ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ തന്ത്രപരമായ പ്രത്യാഘാതങ്ങളെക്കുറിച്ചും നമുക്ക് വിശദമായൊന്ന് പരിശോധിക്കാം. ഓപ്പറേഷൻ സിന്ദൂർ പാകിസ്ഥാനോടുള്ള ഇന്ത്യയുടെ സമീപനത്തിലും ഉപഭൂഖണ്ഡത്തിലെ സംഭവങ്ങളോടുമുള്ള പാകിസ്ഥാന്റെ പ്രതികരണത്തിലും ഒരു പുതിയ നോർമൽ സ്ഥാപിച്ചതായി വൈസ് അഡ്മിറൽ സ്വാമിനാഥൻ നിരീക്ഷിക്കുന്നു. പതിറ്റാണ്ടുകളായി ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കാനുള്ള പാക് തന്ത്രങ്ങളെ കടുത്തതും ഏകോപിപ്പിച്ചതുമായ സൈനിക നടപടികളിലൂടെ നേരിടാൻ ഇന്ത്യക്ക് സാധിക്കുമെന്ന് ഈ ഓപ്പറേഷൻ തെളിയിച്ചു. ഈ ഓപ്പറേഷൻ ഏറ്റവും പ്രധാനപ്പെട്ട വിജയം പാകിസ്ഥാന്റെ ന്യൂക്ലിയർ ഷീൽഡ് എന്ന മിഥ്യാധാരണയെ തകർത്തുവെന്നതാണ്. തങ്ങൾക്ക് ആണവായുധങ്ങൾ ഉള്ളതിനാൽ പരമ്പരാഗത സൈനിക നടപടികളിൽ നിന്ന് ഇന്ത്യ പിന്മാറും എന്ന ധാരണ പാകിസ്ഥാനുണ്ടായിരുന്നു. എന്നാൽ ഓപ്പറേഷൻ സിന്ദൂർ കൃത്യമായ ആസൂത്രണത്തോടെയും ഏകോപനത്തോടെയും തിരഞ്ഞെടുത്ത ലക്ഷ്യങ്ങളിൽ പ്രഹരം ഏൽപ്പിക്കാൻ ഇന്ത്യക്ക് സാധിക്കുമെന്ന് ലോകത്തിന് മുന്നിൽ തെളിയിച്ചു. ഈ 4 ദിവസത്തെ ഓപ്പറേഷൻ ഇന്ത്യൻ സായുധ സേനയുടെ മൾട്ടി ഡൊമെയിൻ കഴിവുകൾ പ്രകടിപ്പിച്ചു. കരസേന, നാവികസേന, വ്യോമസേന എന്നിവയുടെ സിനർജി എത്രത്തോളം ശക്തമാണെന്ന് ഇതിലൂടെ വ്യക്തമാക്കി. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം പാകിസ്ഥാൻ ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളിൽ നിന്ന് ആയുധങ്ങൾ സംഭരിക്കുന്നത് ഒരു വലിയ ആശങ്കയാണ്. രാജ്യം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോഴും തങ്ങളുടെ പൗരന്മാരുടെ ദുരിതങ്ങൾ കണക്കിലെടുക്കാതെ പാകിസ്ഥാൻ സൈന്യം ആയുധ ശേഖരണം നടത്തുന്നത് ആശങ്കാജനകമാണ്. പാക് സൈന്യത്തിൻ്റെ ഈ നീക്കം രാജ്യത്തിൻ്റെ സാമ്പത്തിക സുരക്ഷയെക്കുറിച്ചോ പൗരന്മാരുടെ ക്ഷേമത്തെക്കുറിച്ചോ അവർക്ക് ശ്രദ്ധയില്ലെന്നും പകരം ഇന്ത്യക്കെതിരായ സൈനിക സജ്ജീകരണത്തിനാണ് മുൻഗണന നൽകുന്നതെന്നും വ്യക്തമാക്കുന്നു. ഇന്ത്യൻ നാവികസേനയ്ക്ക് മുന്നിലുള്ള ഏറ്റവും വലിയ സ്ഥിരമായ വെല്ലുവിളി ചൈനയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ നാവികസേനയായി ചൈനീസ് നാവികസേന മാറിക്കഴിഞ്ഞു. അവരുടെ അതിര് കടന്ന വളർച്ചയും അവകാശവാദങ്ങളും ആശങ്കപ്പെടുത്തുന്നതാണ്. ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ ചൈന സ്ഥിരമായി 5 മുതൽ 8 കപ്പലുകൾ വരെ നിലനിർത്തുന്നത് ശ്രദ്ധേയമായ ഒരു തന്ത്രപരമായ നീക്കമാണ്. ഈ കപ്പലുകളുടെ കൂട്ടത്തിൽ വിവിധ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നവയുണ്ട്. യുദ്ധക്കപ്പലുകൾ സൈനിക സാന്നിധ്യം ഉറപ്പുവരുത്തിക്കൊണ്ട് മേഖലയിലെ തങ്ങളുടെ സ്വാധീനം വർദ്ധിപ്പിക്കുന്നു. അതോടൊപ്പം ഗവേഷണ കപ്പലുകൾ സമുദ്രത്തിൻ്റെ ആഴവും ഘടനയും സംബന്ധിച്ച തന്ത്രപരമായ വിവരങ്ങൾ ശേഖരിക്കുന്നതിൽ ഏർപ്പെടുന്നു. ഇത് നാവിക നീക്കങ്ങൾക്കും അന്തർവാഹിനി പ്രവർത്തനങ്ങൾക്കും നിർണായകമായ ഡേറ്റ നൽകും. കൂടാതെ സാറ്റലൈറ്റ് ട്രാക്കിംഗ് കപ്പലുകൾ ഇന്ത്യയുടെ ബഹിരാകാശ മിസൈൽ ദൗത്യങ്ങളെ നിരീക്ഷിച്ച് സുപ്രധാന വിവരങ്ങൾ ചോർത്താൻ ശ്രമിക്കുന്നു. ഇവയ്ക്ക് പുറമെ വലിയ മത്സ്യബന്ധന യാനങ്ങൾ പലപ്പോഴും ചാരവൃത്തിക്കും വിവരശേഖരണത്തിനുമായി ഉപയോഗിക്കപ്പെടുന്നുണ്ട് എന്നതും ഇന്ത്യക്ക് ആശങ്കയുണ്ടാക്കുന്ന കാര്യമാണ്. ഈ വിവിധതരം കപ്പലുകളുടെ സ്ഥിരമായ സാന്നിധ്യം ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ചൈന തങ്ങളുടെ താൽപ്പര്യങ്ങൾ എത്രത്തോളം വ്യാപകമായി ദൃഢമായി സ്ഥാപിക്കാൻ ശ്രമിക്കുന്നു എന്നതിൻ്റെ സൂചന നൽകുന്നു. ചൈനീസ് നാവികസേനയുടെ 3ാമത്തെ വിമാനവാഹിനി കപ്പലായ ഫ്യൂജിയാൻ കമ്മീഷൻ ചെയ്തതും 5ാം തലമുറ 6ാം തലമുറ യുദ്ധവിമാനങ്ങളുടെ പ്രകടനവും ചൈനയുടെ ഗ്ലോബൽ സ്ട്രാറ്റജിക് നരേറ്റീവിൻ്റെയും അതിൻ്റെ സൈനിക സിഗ്നലിംഗിൻ്റെയും ഭാഗമാണെന്ന് വൈസ് അഡ്മിറൽ സ്വാമിനാഥൻ ചൂണ്ടിക്കാട്ടി. ദക്ഷിണ ചൈന കടലിൽ മാത്രമല്ല, ഇന്ത്യൻ മഹാസമുദ്രത്തിലും ചൈന തങ്ങളുടെ സ്വാധീനം വർദ്ധിപ്പിക്കുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ വെല്ലുവിളിയാണ്. ഓപ്പറേഷൻ സിന്ദൂർ പുറത്തു കൊണ്ടുവന്ന ഒരു പ്രധാനപ്പെട്ട യാഥാർത്ഥ്യം പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങളുടെ കൂട്ടുകെട്ടിൻ്റെ പരസ്യമായ പ്രകടനമാണ്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സൈനിക സംഘർഷങ്ങളിൽ ചൈനയുടെ പങ്ക് മുൻപ് കവർട്ട് അല്ലെങ്കിൽ രഹസ്യാത്മകമായിരുന്നിരിക്കാം എന്ന് ഇന്ത്യ കരുതിയിരുന്നു. എന്നാൽ ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് ചൈനയുടെ പിന്തുണ ഓവർട്ട് അഥവാ പരസ്യമായ പ്രകടനമായി മാറി. പാകിസ്ഥാന്റെ പ്രധാന സ്പോൺസറും സപ്ലയറും എന്ന നിലയിൽ ചൈനയുടെ ഇടപെടൽ രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള സൈനിക സഹകരണം എത്രത്തോളം ദൃഢമാണ് എന്ന് അടിവരയിടുന്നു. ഇത് ഇന്ത്യയുടെ സൈനിക ആസൂത്രണങ്ങളിൽ ഒരു പുതിയ മാനദണ്ഡം ആവശ്യപ്പെടുന്നു. പാകിസ്ഥാന്റെ ഒരു പ്രധാന സ്പോൺസറും പിന്തുണയ്ക്കുന്ന രാജ്യവും ആയുധ വിതരണക്കാരനുമായ തുർക്കി ഉയർന്നു വരുന്നത് ഒരു പുതിയ സംഭവ വികാസമാണ്. ഇത് വളരെ ശ്രദ്ധയോടെ വീക്ഷിക്കണമെന്ന് വൈസ് അഡ്മിറൽ മുന്നറിയിപ്പ് നൽകി. ഇന്ത്യ എപ്പോഴും സംശയിച്ചിരുന്ന ഈ ബന്ധം ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് പ്രതീക്ഷിച്ചതിലും ശക്തമായി പ്രകടമായത് ഒരു പുതിയ വഴിതുറക്കലായി കണക്കാക്കണം.
തുർക്കിയിൽ നിന്ന് പാകിസ്ഥാനിലേക്കുള്ള ആയുധങ്ങളുടെയും സൈനിക സാങ്കേതിക വിദ്യയുടെയും ഒഴുക്ക് മേഖലയിലെ തന്ത്രപരമായ സന്തുലിതാവസ്ഥയെ ബാധിക്കാൻ സാധ്യതയുണ്ട്. വൈസ് അഡ്മിറൽ സ്വാമിനാഥന്റെ ഈ നിരീക്ഷണങ്ങൾ ഇന്ത്യൻ പ്രതിരോധ സ്ഥാപനങ്ങളുടെ കാഴ്ചപ്പാടുകളുടെ ഒരു വ്യക്തമായ രൂപരേഖ നൽകുന്നു. ഓപ്പറേഷൻ സിന്ദൂറിന്റെ വിജയം ഇന്ത്യയുടെ സൈനിക ശക്തിയുടെയും പ്രതിരോധ ശേഷിയുടെയും പ്രതീകമായി കണക്കാക്കാം. എന്നാൽ അതിനുശേഷമുള്ള പാകിസ്ഥാന്റെ അതിവേഗത്തിലുള്ള ആയുധ സംവരണം, ചൈനയുടെ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ വർദ്ധിച്ചു വരുന്ന സ്വാധീനം, ചൈന തുർക്കി കൂട്ടുകെട്ടുകളുടെ പരസ്യമായ പ്രകടനം എന്നിവ ഇന്ത്യൻ പ്രതിരോധ തന്ത്രജ്ഞർക്ക് മുന്നിൽ പുതിയൊരു കഠിനമായ വെല്ലുവിളികൾ ഉയർത്തുന്നു. ഇന്ത്യൻ നാവികസേന ഇന്ത്യൻ മഹാസമുദ്രത്തിൽ തങ്ങളുടെ സ്വാധീനം നിലനിർത്താനും ചൈനീസ് വെല്ലുവിളികളെ നേരിടാനും ഒപ്പം പാകിസ്ഥാന്റെ പുതിയ ആയുധ ശേഖരണത്തിന് സമാന്തരമായി തങ്ങളുടെ മൾട്ടി ഡൊമെയിൻ കഴിവുകൾ കൂടുതൽ മെച്ചപ്പെടുത്തേണ്ടതുണ്ട്. തന്ത്രപരമായ സ്വയംഭരണവും ആഗോള പങ്കാളിത്തവും ശക്തിപ്പെടുത്തുന്നതിലൂടെ മാത്രമേ ഈ സങ്കീർണമായ ഭൗമരാഷ്ട്രീയ വെല്ലുവിളികളെ ഇന്ത്യക്ക് ഫലപ്രദമായി നേരിടാൻ സാധിക്കുകയുള്ളൂ.